നമസ്കാരം, ഞാൻ ദീപ ശിവദാസ്. ടേണിംഗ് പോയിന്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിദ്യാർത്ഥികൾ ലക്ഷ്യബോധമില്ലാതെയാണ് വളരുന്നത്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ മാതാപിതാക്കളാണ്. അവരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ മക്കൾ എന്താവണമെന്ന്. ഓരോ വിദ്യാർത്ഥികളിലും അവരുടേതായ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തി അവരെ പ്രാപ്തരാക്കുവാൻ സഹായിക്കുന്ന ഇൻ്റർനാഷണൽ സ്കിൽസ് ക്ലബിൻ്റെ ഫൗണ്ടർ പ്രശോഭ് ചന്ദ്ര സാർ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഹലോ സാർ. നമസ്കാരം. ഇൻ്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ്, നമ്മൾ ഈ തലമുറ മാറ്റം, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം പ്രകടമായിട്ടുള്ള ഒന്നാണ്. നമുക്കൊന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കുറച്ച് തലമുറ പിന്നീട് നോക്കുകയാണെങ്കിൽ ഓരോ തലമുറയ്ക്കും ഓരോ കാലഘട്ടത്തിൽ ഓരോ ലക്ഷ്യബോധമുണ്ടായിരുന്നു. ഒരു 4 തലമുറ മുമ്പ് 3 നേരം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഓടിയിരുന്നെങ്കിൽ നമ്മളുടെ ഈ തലമുറ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. അടുത്ത് വരുന്ന തലമുറ എന്തിനു വേണ്ടി ശ്രമിക്കണം? ജനിച്ചു വരുമ്പോൾ തന്നെ 24 മണിക്കൂറും ഇൻ്റർനെറ്റ്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം. അപ്പോൾ അവർക്ക് ബേസിക് നീഡ്സിന് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാലഘട്ടം, ഇനി വരാൻ പോകുന്ന കാലഘട്ടം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൻ്റെ പിറകിൽ പോകുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മളെക്കാളും ഈ തലമുറയെക്കാളും മികച്ച IQ, ഇൻ്റലിജൻറ്റ് കോഷ്യൻസ് ഉള്ള കുഞ്ഞുങ്ങൾ. അവർക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ മാത്രം മതിയോ? പോരാ. ഇവിടെ നേരത്തെ മേഡം പറഞ്ഞ മാതിരി ഓരോ കുഞ്ഞിൻ്റെ കയ്യിലും ഓരോ കഴിവുകളുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് 15 വയസ്സിന് മുമ്പ് ലോകമറിയപ്പെടുന്ന, സമൂഹം അറിയപ്പെടുന്ന നല്ല മികച്ച വ്യക്തിത്വങ്ങളാകാൻ സാധിക്കും. ഇതിനെ സഹായിക്കുന്ന 1 വർഷം കാലാവധിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻ്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ്. പേര് പറയുന്നത് പോലെ ഇതൊരു ക്ലബ് ഫോർമാറ്റാണ്. അതായത് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സാധാരണയുള്ള പഠനമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റിലൂടെയാണ് വരേണ്ടത്. നമ്മൾ കാണുന്നതും അറിയുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ കാര്യങ്ങളും സയൻസാണ്. എല്ലാ കാര്യങ്ങളിലും കണക്കുകളുണ്ട്. എല്ലാ കാര്യങ്ങളിലൂടെയും നമുക്ക് അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സഹായിക്കുമ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലൂടെ പഠിക്കുക എന്നതാണ് ഈ ക്ലബിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെ നോക്കുകയാണെങ്കിൽ ഒരു മെൻറ്റർ ഇല്ലാതെ, ഒരു ഗുരു ഇല്ലാതെ ആരും മികച്ച വ്യക്തിത്വങ്ങളാകാൻ സാധിച്ചിട്ടില്ല. അത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ പൊളിറ്റിക്സിൽ തിളങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദി ആയിക്കോട്ടെ, പിണറായി വിജയൻ സാർ ആയിക്കോട്ടെ, നമ്മുടെ ശരീരനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറായിക്കോട്ടെ, എല്ലാ മേഖലകളിലും മികച്ചു നിൽക്കുന്നത്, തെളിഞ്ഞു നിൽക്കുന്നത് സ്വന്തമായിട്ടുള്ള ഗുരുവുള്ള, മെൻറ്ററുള്ള വ്യക്തിത്വങ്ങളാണ്. ഇങ്ങനെ മെൻറ്റർഷിപ്പ് വളരെയധികം പ്രാധാന്യമാണ്. ഇത് കൊടുക്കേണ്ടത് ആരാണ്? തീർച്ചയായിട്ടും രക്ഷിതാക്കളാണ്. പക്ഷേ രക്ഷിതാക്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തിനാണ് ഓടുന്നത്? സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോടുമായിട്ട് സംവദിക്കുന്ന സമയം, അല്ലെങ്കിൽ അവരെ മെൻറ്റർഷിപ്പ് ചെയ്യേണ്ട സമയം വളരെ കുറഞ്ഞു വരികയാണ്. ഇവിടെയാണ് ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ ആവശ്യം വേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏകദേശം 12 മാസത്തോളം, 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്നൊരു പ്രോഗ്രാം. ഈ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിൽ 25% വീഡിയോ ക്ലാസ്സസാണ്. വീഡിയോ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ സംശയിക്കാം, മൊബൈൽ ഫോണിലൂടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ഓൺലൈനിലാണ്. അപ്പോൾ വീണ്ടും മൊബൈൽ ഫോണിലേക്ക് അഡിക്റ്റഡ് ആകാനാണോ കുഞ്ഞുങ്ങളുടെ നിങ്ങൾ നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കാരണം മൊബൈൽ ഫോൺ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ടൂളാണ്. ഈ ടൂള് വ്യക്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൂള് കൊണ്ട് ജീവിത വിജയം പെട്ടെന്ന് നേടിയെടുക്കാം. വിരൽത്തുമ്പിലൂടെ ലോകത്തിൻ്റെ എല്ലാ അറിവുകളും കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിലൂടെ ഗെയിം കാണണോ അതോ ഗെയിം ഉണ്ടാക്കാൻ പഠിക്കണം? കുഞ്ഞിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്കില്ലുകൾ, ഓരോ ജന്മനയുള്ള ഇൻബോൺ സ്കില്ലുകൾ കണ്ടെത്തി അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞ മാതിരി ആദ്യത്തെ വർഷം തന്നെ 1 വർഷം കൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്താം.
ഇതാണ് ഇൻ്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ് ചുരുക്കി പറഞ്ഞാൽ. എന്തൊക്കെ വിഷയങ്ങളിലൂടെയാണ് ഈ ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ക്ലബിലൂടെ പ്രധാനമായിട്ടും 7 വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഫണ്ടമെന്റൽസ് എന്ന് പറയാമല്ലോ, അടിസ്ഥാനം, ബേസിക് അറിയാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, തീർച്ചയായിട്ടും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഫിസിക്സിൽ, അതുപോലെ തന്നെ ഫ്രിക്ഷൻ പഠിക്കുന്നുണ്ട്, കെമിക്കൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളോടൊരു ഭ്രമം, ഒരു താല്പര്യം കുഞ്ഞിനോട് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം എന്താണെന്ന് നമുക്കറിയണം. വെറുതെ നമുക്ക് ഫോർമുലാസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ ഇനീഷ്യലി ആദ്യത്തെ വർഷം കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, കോഡിംഗ്, ആസ്ട്രോണമി, കെമിക്കൽ, ഇങ്ങനെ 7 വിഷയങ്ങളാണ് ഞങ്ങൾ ഈ ആദ്യത്തെ വർഷം കുഞ്ഞുങ്ങൾക്ക് കവർ ചെയ്യുന്നത്. ഈ 7 വിഷയങ്ങളുടെ ബേസിക്സ് കുഞ്ഞുങ്ങൾക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മുഴുവൻ ശാസ്ത്രമായി മാറും, കാണുന്നത് മുഴുവൻ മാത്സായി മാറാൻ സാധിക്കും. അതിനിടയിലൂടെ അവർക്ക് അവരുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ, ഫോർ എക്സാമ്പിൾ ഡാൻസിങ് ആയാലും പാട്ടായാലും അതുപോലെ തന്നെ സൈക്ലിംഗ് ആയാലും ചെസ് ആയാലും ഈ വിഷയങ്ങൾ കൂടെ അവർക്ക് അല്ലെങ്കിൽ ഈ കഴിവുകൾ കൂടെ കണ്ടെത്തി ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞാൽ അറിവ് നേടുന്നതിലും, അതായത് പഠിപ്പിലും അതുപോലെ തന്നെ കഴിവ് നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിലും കുഞ്ഞുമിടുക്കരാകും. അതുമാത്രം മതിയോ? നമുക്ക് പോരാ. ഈ കഴിവുകൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ക്വാളിറ്റി കൂടെ കുഞ്ഞിനുണ്ടാകണം. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രസൻറ്റേഷൻ സ്കിൽസ്, കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെ 100,000 കഴിവുകളുണ്ട്. ഈ കഴിവുകളിലത്തെ അവർക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകൾ ഓരോ കുഞ്ഞിനും പറഞ്ഞു കൊടുത്ത് അവരെ ഇതിലേക്ക് പ്രാപ്തരാക്കുക എന്നുകൂടിയാണ് ഇൻ്റർനാഷണൽ സ്കിൽസിൻ്റെ ഉദ്ദേശം വരുന്നത്. ഈ പ്രോഗ്രാം മുഴുവനായും ഓൺലൈനാണോ? തീർച്ചയായിട്ടും 100% ഓൺലൈനിലുള്ള പ്രോഗ്രാമാണ്. കാരണം ഒരു കുഞ്ഞിന്, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞിന് ഒരു ദിവസം മുഴുവൻ ഹെക്ടിക് ആയിരിക്കും. രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്ന തയ്യാറെടുത്ത് സ്കൂളിൽ പോയി തിരിച്ചു വന്ന് ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് പഠിക്കാനുള്ളത് പഠിച്ച് കളിക്കാനത് കളിച്ച് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സമയം തുലവും തുച്ഛമാണ്. അവിടെ ഒരു അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓഫ്ലൈനായിട്ട് വയ്ക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാവർത്തികമല്ല. ഇവിടെ ഞങ്ങൾ ഓരോ 3 ദിവസം കൂടുമ്പോഴും 15 മിനിറ്റോ 20 മിനിറ്റോ കുഞ്ഞുങ്ങൾ സ്പെൻഡ് ചെയ്യാനാണ് പറയുന്നത്. അതായത് അവരുടെ സ്ക്രീൻ ടൈം, അവർ മൊബൈലിൽ ഗെയിം കാണുന്നതോ ഇൻസ്റ്റാഗ്രാം കാണുന്നതോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതോ ആയിട്ടുള്ള സമയം അവർക്ക് വളരെ രസകരമായി ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇനി അപ്പോൾ തന്നെ വേണമെന്നില്ല, എല്ലാ 3 ദിവസം കൂടുമ്പോൾ സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ വേണമെന്നില്ല, ശനിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ തത്തുല്യമായ സമയം സ്പെൻഡ് ചെയ്താലും മതി. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ഓഫ്ലൈനായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് മൊത്തമായിട്ട് ഓൺലൈൻ എന്ന് പറയാൻ സാധിക്കില്ല, ഇതിന് ഹൈബ്രിഡ് പ്രോഗ്രാം എന്ന രീതിയിലാണ് നമുക്ക് പറയാൻ സാധിക്കുക. ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലൂടെ ആയിരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു ക്വിസോ ഡിബേറ്റോ ഉണ്ടാകും. അത് വളരെ രസകരമായിട്ടുള്ള വിഷയങ്ങളിലൂടെ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഏലിയൻസിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഭൂമിയിൽ കുറച്ചും കൂടെ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമി എന്തിന് നിലനിൽക്കുന്നു, എന്തിന് ജീവൻ, എങ്ങനെ ജീവൻ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ. അതിനുള്ള ഉത്തരം, അതിന് മാത്രമല്ല AC ഇടുമ്പോൾ എങ്ങനെ റൂം തണുക്കുന്നു, വെള്ളം തിളപ്പിക്കുമ്പോൾ എങ്ങനെ കുമിള വരുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ക്യൂസിലൂടെയും ഡിബേറ്റിലൂടെയും അവർ തന്നെ തർക്കിച്ച് അതിനുള്ള ഉത്തരം കണ്ടെത്തട്ടെ. അവരെ സഹായിക്കാൻ ഞങ്ങളുടെ മെൻറ്റേഴ്സും സൈക്കോളജിസ്റ്റും സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടും എല്ലാം ഉണ്ടായിരിക്കും. ഈ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അറിവ് വർദ്ധിക്കും. അതുമാത്രം പോരാ, അവർക്ക് മുന്നിൽ വിജയിച്ച ആൾക്കാർ, അത് കലയിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, സാഹിത്യത്തിലാവട്ടെ, എല്ലാ മേഖലയിലാവട്ടെ, ജീവിച്ച ആൾക്കാരുടെ ഒരു പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ടേണിംഗ് പോയിൻ്റ് എന്നൊരു പ്രോഗ്രാം എല്ലാ മാസത്തിലും ഒരു തവണ ഉണ്ടായിരിക്കും. 1-2 മണിക്കൂർ ജീവിതത്തിൽ വിജയിച്ച ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് സംവദിക്കും. എങ്ങനെ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചു, എൻ്റെ മേഖലയിൽ എനിക്ക് എങ്ങനെ വിജയിക്കാൻ സാധിച്ചു, അതിൽ വന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിന് ഞാൻ എങ്ങനെ തരണം ചെയ്തു. ജീവിതത്തിൽ നമുക്ക് ഒരു പക്ഷേ അടുത്ത് തന്നെ പല വാർത്തകളും കേട്ടു. വളരെ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്ന പല വാർത്തകളും, ഒരു പക്ഷേ കുട്ടികളുടെ ഇടയിലുള്ള സൂയിസൈഡൽ ടെൻഡൻസി ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ കൊണ്ടാണ്. അവർക്ക് ആരോടും തുറന്നു പറയാനില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ സൈക്കോളജിസ്റ്റുകൾ, ഞങ്ങൾ സൈക്കോളജിസ്റ്റ് എന്നല്ല വിളിക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് മെൻറ്റേഴ്സിനെ മെൻറ്റേഴ്സ് എന്നല്ല വിളിക്കുന്നത്, ഇവർ അവരുടെ കുഞ്ഞുങ്ങളുടെ ആൻറ്റിയും അങ്കിളുമാണ്. പ്രത്യേകിച്ചും 9 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഞങ്ങൾ എടുക്കുന്നത്. അവിടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും
വളർച്ച കാലഘട്ടമാണ്. ഈ വളർച്ച കാലഘട്ടത്തിൽ എല്ലാ വ്യക്തികൾക്കും വരുന്നൊരു കാര്യമാണ് കൺഫ്യൂഷൻസ്. ഞാനിത് ചെയ്യുന്നത് ശരിയാണോ, ദൈവനിന്ദയാണോ, അവരോട് അങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ സംസാരിക്കാൻ പാടൂ, ഇതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവരുടെ ആൻറ്റിയും അങ്കിളും അവർക്ക് തന്നെ കൊടുക്കും. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവിതത്തിലുള്ള കൺഫ്യൂഷൻസ് മാറുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രോഗ്രാംസിലൂടെ അവരുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ ജീവിതത്തിൽ വേണ്ട ആവശ്യം വേണ്ട സ്കിൽസും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ ക്ലാസ് എടുക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് സർ? ഞങ്ങളുടെ കരിക്കുലം സമൂഹത്തിൽ നല്ല അറിവുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള MSc, M.Tech, PhD ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനെ സഹായിക്കാൻ ടെക്നോളജി മേഖലയിലും സൈക്കോളജി മേഖലയിലും കണ്ടമാനം ഡിഗ്രീസ് ഉള്ള പല വ്യക്തിത്വങ്ങളും ഇതിൻ്റെ കരിക്കുലം നിർമ്മിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഈ കരിക്കുലം ഞങ്ങളൊരു റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് 10 മിനിറ്റോ 15 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോസ് കണ്ടിട്ട് ഓരോ കുഞ്ഞും ഓരോ ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞിന് ഒരു വർഷം 100ഓളം ആക്ടിവിറ്റി വരുന്നുണ്ട്. ഈ ആക്ടിവിറ്റിയിലൂടെ ഇവരെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് വേണ്ടി സഹായിക്കുന്നത് സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ് മെൻറ്റർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൻറ്റിയും അങ്കിളും കുഞ്ഞുങ്ങളുമായിട്ട് വളരെ കാലഘട്ടം ബന്ധപ്പെട്ട് അവരെ നിർദ്ദേശങ്ങളിലൂടെ പല കുഞ്ഞുങ്ങളെയും നേർവഴിക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ്. ഇതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ റിയൽ ലൈഫിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവസരങ്ങളും നൽകുന്നത്. കുട്ടികളുടെ ഇടയിൽ കലാപരമായ വല്ല കോമ്പറ്റീഷനും നടത്താറുണ്ടോ സാർ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാ ആഴ്ചയിലും അവർക്കൊരു ക്വിസ് മത്സരമോ ഡിബേറ്റോ ഉണ്ടായിരിക്കും. അത് നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ അറിവുകൾ വർദ്ധിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലബ് മെമ്പേഴ്സിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഇടയിൽ അവർക്ക് ലൈക്ക് എന്തെങ്കിലും കലാവാസനയുണ്ടെങ്കിൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഞങ്ങളതിൽ ബെസ്റ്റ് ഡാൻസറെയും ബെസ്റ്റ് സിംഗറെയും ബെസ്റ്റ് അത്ലറ്റിനെയും ബെസ്റ്റ് സൈക്ലിസ്റ്റിനെയും ബെസ്റ്റ് ചെസ് ചാമ്പ്യനെയും കണ്ടെത്താൻ നമ്മൾ ഇടയ്ക്കിടെ മത്സരങ്ങൾ നടത്തും. അപ്പോൾ അതിൽ താല്പര്യമുള്ള കുട്ടികൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ മേഖലയിൽ മത്സരിക്കുകയും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നേടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ 10 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വരുന്നത് കോമ്പറ്റീഷൻസാണ്. ജില്ലാതല മത്സരങ്ങൾ, യൂണിറ്റ് തല മത്സരങ്ങൾ, സംസ്ഥാനതല മത്സരങ്ങൾ. സംസ്ഥാനതല മത്സരത്തിലേക്ക് ഏറ്റവും മികച്ച കുട്ടീനെ കണ്ടെത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളുടെ സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ മത്സരം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഗോൾസ് സെറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മത്സരങ്ങളില്ലാതെ ഒന്നുമില്ല. ഈവൻ ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇന്നലത്തെ കഴിവിനേക്കാളും കൂടുതലാവണം ഇന്നത്തെ കഴിവ്. നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, വീഡിയോഗ്രാഫിയിലായിക്കോട്ടെ, ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ജോലികൾ തന്നെ വിവിധ തരമുണ്ടല്ലോ. ആ ജോലിയിൽ നിങ്ങൾ എന്തായിരുന്നു ഇന്നലെ, അതിനു പകരം നാളേക്ക് ഞാൻ ഇന്നതാകുമെന്നുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അടുത്ത 6 മാസം കൊണ്ട് വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും. അതെ, ഡേ ടു ഡേ പ്രോഗ്രസ് കൊണ്ടുവരാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളെ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ കൊച്ചുമക്കളാണ്, നിങ്ങളുടെ കുഞ്ഞുമക്കളാണ്. അടുത്ത തലമുറ നിങ്ങളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങളെ അനുകരിക്കാൻ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരും. കോമ്പറ്റീഷൻ ഈ പ്രോഗ്രാമിലുള്ള കുട്ടികൾ തന്നെയാണോ അതോ പുറമെന്ന കുട്ടികളായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടോ? ഞങ്ങൾ എല്ലാ മാസവും എല്ലാ ജില്ലകളിലും ഓരോ മത്സരങ്ങൾ വയ്ക്കുന്നുണ്ട്. അതിൽ നമുക്ക് പുറമേ നിന്നുള്ള കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ജനറൽ പ്രോഗ്രാമാണ്, എല്ലാ കുട്ടികൾക്കും അതിൽ അവസരങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലബിലുള്ള ക്ലബ് മെമ്പേഴ്സിൻ്റെ ഇടയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതിലുള്ള മിടുക്കന്മാരെയും മിടുക്കിയിലും ഡെവലപ്പ് ചെയ്യുക, അവർക്ക് ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ മേഖലയിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രാംസും നടത്താറുണ്ട്. എല്ലാ മാസവും ഓരോരോ ജില്ലകളിൽ കേരളത്തിൻ്റെ ഓരോരോ ജില്ലകളിൽ മത്സരങ്ങളും ഞങ്ങൾ വയ്ക്കാറുണ്ട്. എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്? എന്താണ് സാറിൻ്റെ പ്രചോദനം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊരു ഇൻട്രോവേർട്ടായിരുന്നു.
എൻ്റെ നിരന്തരമായിട്ടുള്ള ശ്രമം കൊണ്ടാണ് എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ മടിയായിരുന്നു. ഒരു ഇൻട്രോവർട്ടിന് ചില കഴിവുകളുണ്ടായിരിക്കും. എൻ്റെ ഏറ്റവും വലിയ കഴിവാണ് ഒബ്സർവേഷൻ. ആദ്യം ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 10-12 വയസ്സിൽ എനിക്ക് ടെക്നോളജിയോടുള്ള ഭ്രമം വളരെ കൂടുതലായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടായിരിക്കും കുറുമ്പന്മാരും കുറുമ്പികളും. ഇന്ന് ഒരു ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് ചിലപ്പോൾ കേടാകും. നമ്മളുടെ ഭാഷയിൽ അത് കേടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു കൗതുകം തോന്നുന്നത് എന്താണെന്നറിയോ? ഈ തുറന്നു നോക്കാൻ, ഈ കേടാക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവർ ഇങ്ങനെ കീ കൊടുക്കുമ്പോൾ ഇങ്ങനെ പറക്കുന്നൊരു ടോയ് അവരുടെ മുമ്പിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കൗതുകമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും എല്ലാ ആളുകൾക്കും കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഇപ്പോൾ വളരെ ശുഷ്കമാണ് ഇന്ത്യയുടെ പ്രാതിനിധ്യം, അല്ലേ? വളരെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾ ചുറ്റിലും നോക്കൂ. നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് വസ്തുക്കളായിക്കോട്ടെ, പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കളായിക്കോട്ടെ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, കിച്ചൺ വെയേഴ്സ് ആയിക്കോട്ടെ, ഇതൊന്നും ഇതിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളതല്ല. ജർമ്മനി, ജപ്പാൻ, അമേരിക്ക, ചൈന പോലുള്ള രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താ നമ്മൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനം അല്ലെങ്കിൽ ഉപഭോക്തൃ രാജ്യമായി മാറുകയാണ്? അല്ല, നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുമ്പോഴാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുള്ള ഇൻവെൻറ്റേഴ്സിനെയും സയൻറ്റിസ്റ്റുകളെയും നല്ല നല്ല മിടുക്കന്മാരെയും മിടുക്കികളെയും നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷനോട് കൂടെ ഇങ്ങനൊരു പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 2017-18 കാലഘട്ടത്തിൽ ഞാൻ ദുബായിലായിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇനീഷ്യലി ഞങ്ങൾ കുറേ വർക്കുകൾ ചെയ്തു. അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് പല പേരുകളിലായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. ഈ വർഷം അത് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്, നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ്റെ പരമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. സാർ, ഇതൊരു സർട്ടിഫൈഡ് കോഴ്സാണോ? തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷനായിട്ട് ഞങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലുണ്ട് ഒരു സെൻട്രലൈസ്ഡ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ UK യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അക്രഡിഷനും ഇതിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽസാണ്, സർട്ടിഫിക്കറ്റുകളല്ല ഒരാളുടെ ഭാവി നിർണ്ണയിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും സമൂഹത്തിനോട് പറയുന്നു, അച്ഛനമ്മമാരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കിൽസ് കണ്ടെത്താൻ ശ്രമിക്കൂ, അവർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കൂ. ഈവൻ കേരളത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല. അവിടെ ഞങ്ങൾ സമൂഹത്തിനോട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, സമൂഹത്തിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അവർ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടണം, അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അവർ വന്ന് പറയില്ല നിങ്ങളോട് എനിക്ക് ഇന്നതാവണം അങ്ങനെ ആവണമെന്ന് പറയില്ല. അവൻ്റെ വരകളിലൂടെയും അവൻ്റെ ഒരുപക്ഷെ ഗാനത്തിലൂടെയും അവൻ്റെ ഓട്ടത്തിലൂടെയും അവൻ്റെ കളിയിലൂടെയും അവൻ്റെ ചിരിയിലൂടെയും അവളുടെ ഡാൻസിലൂടെയും അവളുടെ പാട്ടിലൂടെയും ഒക്കെ നിങ്ങൾ മനസ്സിലാവണം അവന് അല്ലെങ്കിൽ അവൾക്ക് ഈ മേഖലയിൽ എക്സ്പെർട്ടൈസാണ്, സ്കിൽഫുള്ളാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത് അതുപോലെ തന്നെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ 15 വയസ്സിന് മുമ്പ് നിങ്ങളുടെ കുട്ടികൾ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മൈ ചൈൽഡ് മൈ ഹീറോ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം എൻ്റെ മകൻ ആര്യൻ, പ്രശോഭിൻ്റെ മകൻ ആര്യൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആര്യൻ്റെ അച്ഛൻ പ്രശോഭ്. നമുക്ക് എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ലേ? ഇപ്പോൾ ഗുഗേഷ് 17 വയസ്സുകാരൻ, ലോകം അറിയപ്പെടുന്ന വ്യക്തി, എങ്ങനെയായി? അദ്ദേഹത്തിൻ്റെ അച്ഛൻ
വളരെ വലിയൊരു മെൻറ്ററായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രമേശ് ടെണ്ടുൽക്കർ, അദ്ദേഹമായിരുന്നു അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ വ്യക്തികൾക്കും ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മെൻറ്റർ ആവുക, അവനെ അല്ലെങ്കിൽ അവളെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ അവർ വഴിതെറ്റി പോകില്ല. മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടോ? മാതാപിതാക്കളുടെ പ്രോഗ്രാം അല്ല ഇത്, കുഞ്ഞുങ്ങൾക്കുള്ള പ്രോഗ്രാമാണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല മെൻറ്റേഴ്സ്, ഏറ്റവും നല്ല കൂട്ടുകാർ മാതാപിതാക്കളാകേണ്ടതാണ്, അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങൾക്കും, ഇപ്പം ഞങ്ങൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ പലപ്പോഴും പല സങ്കടപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കളെയും കാണാറുണ്ട്. അതായത് അവർക്ക് കുഞ്ഞുങ്ങളുടെ മുകളിൽ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. ഒരു എക്സാമ്പിൾ പറയാം. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ 30 ദിവസം എല്ലാ മാതാപിതാക്കൾക്കും ഒരു ട്രെയിനിങ് ഉണ്ട്. ആ 30 ദിവസത്തെ പ്രോഗ്രാം റൂൾ ഓഫ് 21 എന്ന് കേട്ടിട്ടില്ലേ? നമ്മളൊരു കാര്യം അടുത്ത 21 ദിവസം നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും എന്നുള്ളൊരു സിസ്റ്റമുണ്ട്. അങ്ങനെ 30 ദിവസം ഞങ്ങളുടെ നിർദ്ദേശത്തിൽ ഞങ്ങളുടെ ശിക്ഷണത്തിൽ പോകുന്ന മാതാപിതാക്കൾക്ക് വളരെയധികം കുഞ്ഞുങ്ങളുടെ മുകളിൽ ഇൻവോൾവ്മെൻറ്റ്സ് കൂടുന്നതായിട്ട് ഞങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെയും കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസിലും കുഞ്ഞിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും സപ്പോർട്ടുകളും സുരക്ഷയും ഇൻവോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. ഒരു ഏജൻസീനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ ഒരു പ്രൊഫഷണൽ ടീമിനെ ഇത് ഏൽപ്പിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങളും കുഞ്ഞുങ്ങളുടെ ഒപ്പം നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ കുറേ ഗുണങ്ങളുണ്ടായിരിക്കും. നമ്മളുടെ ആവശ്യമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ പ്രോഗ്രാമിലേക്ക് വളരെ വളരെ നിർബന്ധമാണ്. ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും സഹായം കൊടുക്കുന്നുണ്ടോ? മാഡം ഉദ്ദേശിച്ച ഒരു ട്യൂഷൻ പോലെയാണോ? ഇതൊരു ട്യൂഷനായിട്ട് നിങ്ങൾ കാണരുത്. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. എങ്കിലും കുഞ്ഞുങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ലൈക്ക് നിങ്ങൾക്ക് കണക്കിലോ അല്ലെങ്കിൽ സയൻസിലോ അല്ലെങ്കിൽ ഈവൺ ലാംഗ്വേജസിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ വോയിസോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്കിവിടെ ഈ ഇതിൽ നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു ട്യൂഷൻ മുഴുവനായിട്ടുള്ള ട്യൂഷൻ പോലെയല്ല, എങ്കിൽ കൂടെ എന്ത് സംശയങ്ങൾക്കും ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ് ഉള്ളത്. ഈവൻ നിങ്ങളുടെ ഗ്രൂപ്പിലും നിങ്ങൾ വരുന്ന വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ ആപ്പിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ആൻസറുകൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത് 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല, പരീക്ഷയ്ക്ക് സഹായിക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇതുകൂടെ ഞങ്ങൾ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്സ് മാത്രമല്ല, സയൻസ് മാത്രമല്ല, ബാക്കിയുള്ള മേഖലയിൽ കൂടെ കുഞ്ഞിന് സപ്പോർട്ടുകൾ ഞങ്ങൾ കൊടുക്കും. ഈ ക്ലബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു വർഷത്തെ ആക്ടിവിറ്റീസ് എന്താണ്? നല്ല ചോദ്യം. ഞങ്ങളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഓരോരോ മാസങ്ങളിൽ ഓരോരോ ക്ലബിലാണ് ജോയിൻ ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഒരേ ക്ലബിലാണ് ജോയിൻ ചെയ്യുക. ഇവിടെ അറിവല്ല പ്രധാനം, ഇവിടെ ഇൻ്റലിജൻറ്റ് കോഷ്യൻസ്, അവൻ്റെ കഴിവുകളാണ്, അവൻ്റെ ബുദ്ധിശക്തിയാണ് അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുകേഷ് 17 വയസ്സുകാരനാണ്. ഞങ്ങൾ 40 വയസ്സിലുള്ള ആളുകളാണ്. ഒരിക്കലും ഒരുപക്ഷെ ആരാണ് മികച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില മേഖലയിൽ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല. എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്നു. വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം അവർക്കൊരു കിറ്റ് അയച്ചു കൊടുക്കും. ഈ കിറ്റിൽ 3 കാര്യങ്ങളാണുള്ളത്. 1, അവർക്കൊരു ബാഡ്ജ് ഉണ്ടായിരിക്കും. 2, അവർക്കൊരു സർട്ടിഫിക്കറ്റ്, ഒരു വെൽക്കം ലെറ്റർ ഉണ്ടായിരിക്കും. 3, അവർക്കൊരു ഇനീഷ്യൽ കിറ്റ് ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ഒരു പ്ലെയിൻ അറേഞ്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഇലക്ട്രോണിക്സ് പരീക്ഷണം നടത്താനുള്ളതായിരിക്കും. ചെറിയൊരു കെമിക്കൽ പരീക്ഷണം അല്ലെങ്കിൽ മെക്കാനിക്കൽ പരീക്ഷണം നടത്താനുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപക്ഷെ ഡിഫറൻ്റ് ആയിട്ടുള്ള കിറ്റുകളായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഈ കിറ്റ് ഞങ്ങളുടെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ആ കുഞ്ഞ് ഒരു ആക്ടിവിറ്റി നടത്തി അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു വീഡിയോ അയച്ചു തരണം. അതോടൊപ്പം തന്നെ പേരൻസിനെയും കുഞ്ഞുങ്ങളെയും ഇനീഷ്യൽ പരിചയപ്പെടുത്തൽ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് മെൻറ്ററും സൈക്കോളജിസ്റ്റും കൂടെ നടത്തും.
അതിനുശേഷം ഞങ്ങൾ പേരൻസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം അവർക്ക് ഞങ്ങൾ സെഷനിലേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ പറഞ്ഞ മാതിരി 105 സെഷനാണുള്ളത്. ഒരു സെഷൻ ആക്ടിവിറ്റി അങ്ങനെ 365 ദിവസത്തോളം ഇത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ ആഴ്ചകളിലും ക്യൂസ് ഡിബേറ്റ്, എല്ലാ മാസത്തിലും ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ ഒരു സക്സസ് സ്റ്റോറി ഓഫ് സക്സസ് എന്നാണ് ഞങ്ങൾ വിളിക്കുക, ടേണിംഗ് പോയിന്റ്. അതുപോലെ തന്നെ വർഷാവസാനം അവർക്ക് കോമ്പറ്റീഷൻസ് തുടങ്ങും. അവരിഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവർ തെളിഞ്ഞ മേഖലയിൽ അവർക്ക് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അവർക്ക് അവാർഡ് വിൻ ചെയ്യാനും സമ്മാനം വിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർഷത്തിൽ തുടർച്ചയായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി കലാമത്സരങ്ങൾ, ഫിസിക്കൽ കോമ്പറ്റീഷൻസ്, അത്ലറ്റിക് കോമ്പറ്റീഷൻസ്, ഇങ്ങനെ പല 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 ആക്ടിവിറ്റീസും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു വർഷത്തെ ക്ലബിൻ്റെ പ്രവർത്തനം വരുന്നത്. ഈ ക്ലബിലൂടെ അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള കഴിവുകൾ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുഞ്ഞിന് ഭ്രമമുണ്ടാകുമെന്നും താല്പര്യമുണ്ടാകുമെന്നും ആണ് ഞങ്ങളുടെ ഇതുവരെയുള്ള കണ്ടെത്തൽ. ഇത്ര നേരം ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നതിനും ഞങ്ങൾക്ക് വളരെയധികം വിലയേറിയ അറിവുകൾ തന്നതിനും വളരെയധികം നന്ദിയുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്.